ഹായ്, പ്ലസ് ടു ബോർഡ്സിനോടൊപ്പം തന്നെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് ടൈം ബൗണ്ട് ആയിട്ട് എങ്ങനെ MCQs സോൾവ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാംസിന് മാത്രമല്ല, ഇപ്പം CBSE സ്റ്റേറ്റ് ബോർഡുകൾക്കടക്കം MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഈക്വലി ടൈം നമുക്ക് കൊടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ബോർഡ്സിനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് MCQന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എൻട്രൻസിന് പിന്നെ മൊത്തം MCQ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പറഞ്ഞ സമയത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്ത് തീർക്കുകയും വേണം. സോ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് ആദ്യമേ റൂട്ടിൽ നമ്മൾ കണ്ടുപിടിക്കുകയും അത് സോൾവ് ചെയ്യുകയാണ് ശരിക്കും എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ Xylem ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും. Xylem ആപ്പിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് ബാച്ചിൽ നിങ്ങൾ ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാകും. സോ ഇൻഫിനിറ്റ് പ്രാക്ടീസ് സെഷൻ വരെ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. സോ എങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസ് ആക്സസ് ചെയ്യാം എന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. അവിടെ നമ്മുടെ ബാച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഓൾ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ഇൻഫിനിറ്റ് പ്രാക്ടീസ്, ഓൾ ക്ലാസ്സസ്, പേൾ, ടെസ്റ്റ്, അനൗൺസ്മെൻറ്റ്, ഇങ്ങനെ പല സെക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പം നിങ്ങൾ JEE ആണെങ്കിൽ മാത്സ് ഉണ്ടാവും. അതേസമയം നീറ്റിന് പ്രിപ്പയർ നിങ്ങൾക്ക് ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് കാണാം. സോ അവിടെ നിങ്ങൾക്ക് ഫിസിക്സ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും +1, +2 അടങ്ങുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും ടോപ്പിക്സും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. സോ ഞാനത് ചൂസ് ചെയ്തു. ഞാൻ നെക്സ്റ്റ് നോക്കുമ്പം അവിടെ പല രീതിയിലാണ്. എനിക്ക് വേണമെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, മിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റർ, അതുകൊണ്ട് ഞാൻ ഈസി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് എനിക്ക് ഒരു 20 ക്വസ്റ്റ്യനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ 20 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തു. അവിടുന്ന് സ്റ്റാർട്ട് പ്രാക്ടീസ് എന്നൊരു ഐക്കൺ ക്ലിക്ക് ചെയ്തു. സോ സ്റ്റാർട്ട് പ്രാക്ടീസിലേക്ക് വരുമ്പം നമുക്ക് അവിടെ ഇങ്ങനെ നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു 20 ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ചോദ്യങ്ങൾ ഒരു MCQ ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും പരീക്ഷകൾക്ക് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാക്സിമം സ്പീഡ് അക്യൂർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതനുസരിച്ച് പരിചയമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്വസ്റ്റ്യൻസിനോടും. സോ ഓരോ ക്വസ്റ്റ്യൻസിനോടും പരിചയമാകുന്നതനുസരിച്ച് നമുക്ക് ആ സ്പീഡ് മെല്ലെ മെല്ലെ അക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴും സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MCQസിന് കാണുമ്പോൾ പേടിയാവുന്നു എന്ന് പറയുന്നതിന് മാക്സിമം ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ ശീലിക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഒരു ചോദ്യം വന്നു, എ ബോഡി ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇൻ ഇറ്റ് ഹാസ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പം അവിടെ നിങ്ങൾക്ക് കാണാം എത്ര % ആൾക്കാർ ശരിയാക്കി, അല്ലെങ്കിൽ എൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആണ്, എൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിസ് മോഡ് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എക്സാം മോഡ് രീതിയിൽ, ദാറ്റ് ഈസ് ഏറ്റവും അവസാനം ആൻസർ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സബ്മിഷൻ നടത്താവുന്നതേ ഉള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങളുടെ സ്കോർ അതനുസരിച്ച് അവിടെ വരികയും ചെയ്യും. നിങ്ങളുടെ അനലിറ്റിക്സ്, അത് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ശരിയാക്കി, എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഫുൾ അനാലിസിസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു ഫീച്ചർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഫീച്ചറിലൂടെ നിങ്ങളുടെ മാക്സിമം ഈ MCQസിനോടുള്ള പ്രധാന പേടികളെല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.